തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ അൻസിബ ഇന്ന് മൊഴി നൽകും. തൃക്കാക്കര ACP ഓഫീസിലാകും മൊഴി രേഖപ്പെടുത്തുക. മുഖ്യമന്ത്രിക്ക് അൻസിബ നൽകിയ പരാതി നടപടിക്കായി DGPക്ക് കൈമാറിയിരുന്നു. ഡാനി പോൾ ചേരുകയാണ്. ഡാനി, എപ്പോഴാണ് അൻസിബ എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? എൽദോ ഇന്ന് 10 മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ അൻസിബ എത്തുമെന്നാണ്, മൊഴി നൽകാൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസിബ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി സമർപ്പിച്ചിരുന്നു. തനിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു അപമാനം നേരിട്ടു, തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അൻസിബ ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത് ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു പരാതിയാണ്. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലാണ് നേരത്തെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അൻസിബയെ വിളിച്ച് വരുത്തി. അന്ന് അൻസിബയെ വിളിച്ച് ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയുടെ ഒരു വിശദാംശങ്ങൾ, അതിന്റെ ഉള്ളടക്കം, അതിനിടയായ കാരണങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചിരുന്നു. അവിടെ വെച്ചാണ് തനിക്ക് തന്നെ അവഹേളിക്കുന്ന രീതിയിൽ അവർ പെരുമാറും. തന്നെ മണിക്കൂറുകളോളം, ഏതാണ്ട് 3 മണിക്കൂറോളം അവിടെ പിടിച്ചിരുത്തുകയും ചെയ്യിച്ചു. തനിക്ക് തന്നെ കൊണ്ട് അവർ മാപ്പ് പറയിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരുന്നത്. തനിക്ക് മോശമായ ഒരു അനുഭവമാണ് പോലീസ് സ്റ്റേഷനിൽ അടക്കം ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻസിബ പരാതി നൽകിയിരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയാണ്. അതിന്റെ ഒരു വിശദാംശങ്ങൾ ചോദിക്കുന്നതിനോട് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അൻസിബ താമസിക്കുന്നത്. അപ്പോൾ അവരോട് വിശദാംശങ്ങൾ പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് അൻസിബ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 10 മണിയോടെ എത്തും. അവരുടെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. തുടർ നടപടികളിലേക്ക് കടക്കണമോ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, കാര്യങ്ങൾ എന്നിവ അടക്കം സ്വാഭാവികമായും അതിൽ ലക്ഷ്മിപ്രിയയ്ക്കും മറ്റുള്ളവർക്കും എതിരെയുള്ള ഒരു പരാമർശങ്ങളും കാര്യങ്ങളും സ്വാഭാവികമായും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.